വീണ്ടും വരുന്നവനായ കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന വിഷയം ബൈബിൾ എന്ന പഠന വിഷയത്തിൽ നിന്നുള്ള 89ാമത്തെ അവതരണത്തിലാണ്. 89ാമത്തെ അവതരണം. ഇപ്പോൾ നാം പഠിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ബൈബിൾ പലരും മനസ്സിലാക്കുന്നില്ല, ബൈബിൾ മനസ്സിലാക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്താണ്. വീടുകളിൽ നമ്മുടെ മുറിയിൽ ഇഷ്ടം പോലെ ബൈബിൾ ഉണ്ടാകാം, വായിക്കുന്നുണ്ടാകാം, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ബൈബിള് മനസ്സിലാക്കാൻ കഴിയാത്തത്? ചില കാരണങ്ങൾ നാം ഇതിനകം തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. ആദ്യമായി നാം പറഞ്ഞു, ബൈബിൾ മനസ്സിലാക്കാത്തതിൻ്റെ കഴിയാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം വളരെ ലളിതമാണ്. പലരും ബൈബിൾ ശരിയായ വിധത്തിൽ പഠിക്കുന്നില്ല. ബൈബിൾ പഠിക്കാതെ എങ്ങനെ മനസ്സിലാകും? ഒരു വായന കൊണ്ടൊന്നും മനസ്സിലാകണമെന്നില്ല. ബൈബിൾ കൃത്യമായി പഠിക്കണം, അതിനാഗ്രഹിക്കണം. പത്രോസിൻ്റെ കൽപ്പന നമ്മൾ കേട്ടു. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. ബെറോവക്കാരുടെ ഉദാഹരണം നമ്മൾ കണ്ടു. രണ്ടാമത്തെ കാരണം, ചിലർ ബൈബിൾ പഠിക്കുന്നത്, വായിക്കുന്നത് അടയ്ക്കപ്പെട്ട ഹൃദയവും മനസ്സുമായിട്ടാണ്. വചന പഠനത്തിന് തുറന്ന ഹൃദയമില്ല. വചനം എന്തു പറയുന്നു എന്ന് അന്വേഷിക്കുന്നില്ല, അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അടച്ച ഹൃദയവുമായി, അടച്ച മനസ്സുമായി ദൈവത്തെ സമീപിച്ചാൽ ഒന്നും മനസ്സിലാകില്ല. ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല, സത്യം കണ്ടെത്താൻ പറ്റില്ല, ഒന്നും ഗ്രഹിക്കാൻ കഴിയില്ല. അത് മർമ്മമായിട്ട് തന്നെ അവശേഷിക്കും. അപ്പം അത് മറ്റൊരു കാരണമാണ്. നമ്മൾ യെഹോയാക്കീം എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ കണ്ടു. വചനമറിയാൻ, സത്യമറിയാൻ ശ്രമിക്കാതെ അതിനെ കത്തിച്ചു കളഞ്ഞൊരു മനുഷ്യൻ. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ അവസാനമായി പറഞ്ഞു തുടങ്ങിയത്, അനേകർക്ക് വചനം മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഓരോരുത്തരും കൊണ്ടു നടക്കുന്ന പാരമ്പര്യങ്ങൾ, സമ്പ്രദായങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിനെ ന്യായീകരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വചനം പഠിക്കുന്നത്. ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ വിശ്വാസം, എൻ്റെ ആചാരം, എൻ്റെ സമ്പ്രദായം, എൻ്റെ പാരമ്പര്യം, തലമുറയായി കൈമാറി കിട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു രീതി, അതിനെ എനിക്ക് ന്യായീകരിക്കണം. വചനം അതിന് തടസ്സമാകരുത്. അതുകൊണ്ട് ആ തരത്തിൽ വേണ്ടി ഞാൻ ബൈബിൾ വായിക്കും. ഇതൊരു വല്ലാത്തൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്തുകൊണ്ടാണ് ബൈബിൾ മനസ്സിലാകാത്തത്. നാം വചനം വായിക്കുമ്പോൾ അതനുസരിച്ച് വചനം നമ്മുടെ സൗകര്യമനുസരിച്ച് കൂട്ടിക്കളയുക എന്ന് പറയും. അനേകർ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ വിശ്വസിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് അത് തെറ്റാണെന്ന് വചനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വചനപ്രകാരം നമ്മുടെ ഈ രീതി, സമ്പ്രദായം മാറ്റാൻ തയ്യാറാകാറുണ്ടോ? അതോ നമ്മുടെ സമ്പ്രദായത്തെ ന്യായീകരിക്കുന്ന വിധത്തിൽ വചനത്തെ നാം വളച്ചൊടിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവവചനം ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെ സ്വഭാവമുള്ളവർക്ക്. ദൈവവചനത്തെ ശരിയായ തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് വചനത്തിലൂടെ പറയുന്നതായ നിർദ്ദേശങ്ങളും താക്കീതുകളും മുന്നറിയിപ്പുകളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പിൻപറ്റിയിരിക്കുന്ന ചില പരിശീലനങ്ങൾ, വിശ്വാസങ്ങൾ, കാഴ്ചപ്പാടുകൾ മാറ്റാൻ തയ്യാറാകാതെ വചനത്തെ നമ്മുടെ സൗകര്യമനുസരിച്ച് വളച്ചൊടിക്കുന്ന, കോട്ടിക്കളയുന്നവർക്ക് വചനം, ബൈബിൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവസന്തതിയായവനാണ് ദൈവനെ കേൾക്കുന്നത്. ഇപ്പോൾ ഓരോ വചന പഠിതാക്കളും അല്ലെങ്കിൽ വചനം പഠിക്കുന്ന ഓരോ വ്യക്തികളും അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന വ്യാഖ്യാനങ്ങൾ, ബൈബിളിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, മതപരമായ സമ്പ്രദായങ്ങൾ, ഇതെല്ലാം ദൈവഹിതമാണോ എന്ന് പരിശോധിക്കണം. ദൈവഹിതപ്രകാരമാണോ ഞാൻ ഈ കൊണ്ടു നടക്കുന്ന വിശ്വാസം, എൻ്റെ വിശ്വാസ ജീവിതം ദൈവഹിതപ്രകാരമുള്ളതാണോ എന്നെപ്പോഴും ബൈബിൾ തുറക്കുമ്പോൾ പരിശോധിക്കണം. ആ ചോദ്യം ഉണ്ടാകണം. എൻ്റെ ജീവിതം, എൻ്റെ സമ്പ്രദായം, എൻ്റെ ആചാരം, എൻ്റെ വിശ്വാസം, എൻ്റെ നിശ്ചയങ്ങൾ വചനപ്രകാരമാണോ, ദൈവഹിതപ്രകാരമാണോ? ദൈവവചനത്തെ മാനിക്കണം. മറ്റെല്ലാ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മുകളിൽ ദൈവവചനത്തെ മാനിക്കണം, ദൈവഹിതത്തെ മാനിക്കണം. ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണെന്ന് മനസ്സിലാക്കണം. പത്രോസ് തൻ്റെ രണ്ടാം ലേഖനം 3-ാം 15-16 വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 7-ാം 9-ാം വാക്യത്തിലും സുപ്രധാനമായ 2 വേദഭാഗങ്ങളാണ്. അവിടെ ഈ ഒരു ആചാരാനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളുടെ ബന്ധത്തിൽ നൽകി തന്നിരിക്കുന്നതാണ്. മത്തായി 15-ലും കാണാം, കൈ കഴുകാതെ ആഹാരം കഴിച്ചതിൻ്റെ പേരിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിയവരോട് ക്രിസ്തു വ്യക്തമായി പറയും, നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ദൈവകൽപ്പനയെ നിങ്ങൾ തള്ളിക്കളയുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കുന്നത് വെറുതെയാണ്, നിങ്ങളുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു.
മാനുഷിക കൽപ്പനകളാണ് നിങ്ങൾ പ്രമാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആരാധന വ്യർത്ഥമാണ് എന്ന് ക്രിസ്തു മത്തായി 15-ാം അധ്യായത്തിൽ വ്യക്തമായി പറയും. അപ്പോൾ ഈ വേദഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ മതപരമായ സമ്പ്രദായങ്ങളും ആചാരങ്ങളും എത്രമാത്രം സ്വാധീനമാണ് മനുഷ്യരുടെ മേൽ ചെലുത്തുന്നത്. ജനിച്ചു വളർന്ന കാലം മുതൽ അല്ലെങ്കിൽ പണ്ടുപണ്ടേയുള്ള പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നതായ രീതികൾ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അതിലേക്ക് അവരെ പരിശീലിപ്പിക്കുകയാണ്. കുഞ്ഞിലെ ചുമന്നു കൊണ്ടുപോയി അതിലേക്ക് പങ്കെടുപ്പിക്കുകയാണ്. ഇത് വളരുന്നവരുടെ ഹൃദയത്തിൽ മനസ്സിൽ വേരൂന്നി പിടിക്കും. പത്രോസ് ലേഖനത്തിൽ പത്രോസ് പറഞ്ഞ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. പത്രോസ് വ്യക്തമായി താക്കീത് ചെയ്യുന്നുണ്ട്. കാരണം സ്വന്തം സൗകര്യത്തിന് വേണ്ടി വചനത്തെ കോട്ടിക്കളയുന്നതിനെതിരെയാണ് പത്രോസ് സംസാരിച്ചത്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഇങ്ങനെയാണ്: അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. കാരണം കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരുമെന്നും ആ വീണ്ടും വരുമ്പോൾ നമ്മൾ കറയും കളങ്കവും ഇല്ലാത്തവരായി ദൈവം നമ്മെ സമാധാനത്തോടെ കാണാൻ നമ്മൾ ഉത്സാഹിക്കുന്നു. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം, ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നുള്ള വിഷയം ഇത് പൗലോസ് തൻ്റെ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നിട്ട് പത്രോസ് പറയുകയാണ്, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. പൗലോസ് എഴുതിയ എല്ലാം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അത് ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. ഇനി പറയും, ശ്രദ്ധിക്കുക: അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. വചനത്തെ കോട്ടിക്കളയുന്നു. അവരെക്കുറിച്ച് പറഞ്ഞത് അറിവില്ലാത്തവരാണ്, അസ്ഥിരന്മാർ, സ്ഥിരതയില്ലാത്തവർ. ഈ കോട്ടിക്കളയുന്നുള്ള കുഴപ്പമെന്താണ്? അതവരുടെ നാശമാണ്. ദൈവത്തെ കോട്ടിക്കളയുക, അതിനെ ബഹുമാനിക്കാതിരിക്കുക, എൻ്റെ സൗകര്യമനുസരിച്ച് അതിനെ വളച്ചൊടിക്കുക, ഞാനായിരിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വചനത്തെ തെറ്റായ തരത്തിൽ ഞാൻ വളച്ച് കൂട്ടിക്കളയുക, അത് നാശത്തിൻ്റെ സൂചനയാണ്. ഇതേ വിധത്തിൽ തന്നെയാണ് കർത്താവ് യേശു യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു യഹൂദന്മാരെക്കുറിച്ച് പ്രകാരം പറഞ്ഞു. മർക്കോസ് 7:9 പിന്നെ അവരോട്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. പരിഹസിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നന്നായി, നിങ്ങളുടെ സമ്പ്രദായത്തിനാണ് പ്രാധാന്യം. ദൈവം എന്ത് പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ കൽപ്പന എന്തുമായിക്കൊള്ളട്ടെ, അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ പിന്തുടർന്നു വരുന്ന എൻ്റെ സഭയിൽ, എൻ്റെ കൂട്ടായ്മയിൽ അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ പിന്തുടരുന്നതാണ്. അത് സത്യമാകണമെന്നില്ല, വചനപ്രകാരമാകണമെന്നില്ല. ദൈവവചനത്തെ കോട്ടിക്കളയുന്നത് ദുരുദ്ദേശമുള്ളത് കൊണ്ടാണ്. സത്യസന്ധമായി സത്യം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ദൈവം ഒരിക്കലും ഒരു കോട്ടിക്കളയാൻ തയ്യാറാകില്ല. കോട്ടിക്കളയില്ല, അത് കോട്ടിപ്പോയി, തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഉടൻ തിരുത്തും. അപ്പോൾ ദൈവവചനം പഠിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ ഇത് കാണാതെ പോകരുത്. പാരമ്പര്യങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും സ്വാധീനവും ആ തരത്തിൽ വചന വ്യാഖ്യാനങ്ങളുടെയും സ്വാധീനം വളരെ വലുതാണ്. അത് വചനം പഠിക്കുന്നവർ കാണാതെ പോകരുത്. ദൈവമക്കളുടെ ധാരണ, ക്രിസ്ത്യാനികളുടെ ധാരണ പലപ്പോഴും അവർ ചെയ്യുന്നതും വിശ്വസിക്കുന്നതൊക്കെ ബൈബിൾ പ്രകാരമാണ് എന്നാണ്. ബൈബിൾ പറയുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നതും വിശ്വസിക്കുന്നതെന്ന ധാരണ അത് അബദ്ധമാണ്. അബദ്ധധാരണയിലാണ് മിക്കവരും. പലപ്പോഴും അങ്ങനെയല്ല. അവർ ചെയ്യുന്നത് പലതും തെറ്റാണ്. വിശ്വസിച്ച് വച്ചിരിക്കുന്ന നിലപാടുകൾ തെറ്റാണ്. അതുകൊണ്ട് എപ്പോഴും ബൈബിളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതങ്ങളും വചനത്തിന് വെളിച്ചത്തിൽ പരിശോധിക്കാൻ തയ്യാറാകണം. തുറന്ന മനസ്സോടെ ഇന്ന് ഞാൻ ധ്യാനിക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവഹിതമല്ലാത്ത എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള പരിശീലനം, എൻ്റെ ജീവിതത്തിലുള്ള വിശ്വാസം, എൻ്റെ നിലപാടുകൾ എന്ന് കാണാൻ കഴിയണം. അനേകം ആൾക്കാർ ദൈവനം വായിക്കുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വ്യക്തിപരമായൊരു സമർപ്പണത്തിന് തയ്യാറല്ല. ദൈവനെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മുടെ ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നതനുസരിച്ച് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണം ഉണ്ടാകണം. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് ഞാൻ കേൾക്കുന്ന വചനത്തിൻ്റെ വെളിച്ചമനുസരിച്ച് ഞാൻ അവിടെ ഒരു തീരുമാനമെടുക്കണം. അത് വളരെ ആവശ്യമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുത്തേണ്ട കുറവുകൾ തിരുത്തി പ്രമാണങ്ങൾ, സമ്പ്രദായങ്ങൾ മാറ്റി വചനത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വ്യക്തമായി സമർപ്പിക്കാൻ തയ്യാറായാലേ എനിക്ക് പിന്നെ വചനം വായിച്ചാൽ മനസ്സിലാവുകയുള്ളൂ. ദൈവം നമ്മളോട് ഇടപെടുന്ന സമയത്ത് നമ്മൾ മാറാൻ തയ്യാറല്ലെങ്കിൽ വചനം അടഞ്ഞു പോകും, വചനത്തിന് വെളിച്ചം മങ്ങിപ്പോകും. പലരും അത് അറിയുന്നില്ല. ഇതൊരു പത്രം വായിക്കുന്നതല്ല വായിച്ചു പോവുകയാണ്. ഓരോ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്. പക്ഷെ ആ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ എന്നോട് ദൈവം പറയുന്നതനുസരിച്ച് ഒരു മാറ്റത്തിന് ഞാൻ എന്നെ തന്നെ വിധേയമാക്കണം. വ്യക്തിപരമായ ഒരു സമർപ്പണം, പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് വേണം. ഇത് എന്നോട് ദൈവം പറയുന്നതാണ്, ഇതനുസരിച്ച് എനിക്കൊരു മാറ്റം ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ട് ഞാൻ എന്നെ സമർപ്പിക്കുമ്പോൾ ബൈബിൾ കുറെ കൂടി തുറക്കപ്പെടും. വെളിച്ചം കുറെ കൂടി വലുതായി കാണാം. ഇത് പലർക്കും താല്പര്യമില്ല.
ഒരു സമർപ്പണം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വചനം മനസ്സിലാക്കാൻ കഴിയില്ല. ഇതൊരു പുസ്തകം വായിക്കുന്നതല്ല, വായിച്ചു പോവുകയാണ്, വചനം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മാത്രമല്ല, അവർ വചനം വായിക്കുമ്പോൾ ആ വചനത്തിലേക്ക് അവരുടെ സൂക്ഷ്മമായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും കൂടെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും, കുത്തിച്ചെലുത്തുകയും ചെയ്യും. വസ്തുനിഷ്ഠമായി വചനം മനസ്സിലാക്കാൻ പലർക്കും കഴിയാതിൻ്റെ കാരണം അതാണ്. ലക്ഷ്യം തെറ്റാണ്. വെറുതെ വായിക്കുകയാണ്, ഒരു ജീവിതത്തിൽ മാറ്റം ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വസ്തുനിഷ്ഠമല്ലാത്ത വചനവായന, വചനവ്യാഖ്യാനം ആ വ്യക്തിയുടെ സമ്പ്രദായവും ആചാരവും അനുഷ്ഠാനവും പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ഇതുകൊണ്ടാണ് യഹൂദന്മാർക്ക് കർത്താവ് യേശു പ്രവചനങ്ങളുടെ നിവൃത്തിയാണെന്ന് കാണാൻ കഴിയാതെ പോയത്. കർത്താവ് യേശു മശിഹയാണെന്നും പ്രവചനങ്ങളുടെ നിവൃത്തിയാണെന്നും നമ്മൾ കാത്തിരുന്ന മശിഹയാണ് യേശുവെന്നും അവർ കാണാൻ കഴിയാതെ പോയതിൻ്റെ കാരണം അത് അവിടെ പാരമ്പര്യങ്ങളിൽ നിന്നുകൊണ്ട് വനത്തെ കാണാൻ നോക്കി. ഇവിടെ കണ്ണിൽ വെച്ചിരിക്കുന്ന കണ്ണാടി പാരമ്പര്യത്തിൻ്റെയും ആചാരത്തിൻ്റെയും സമ്പ്രദായത്തിൻ്റെയുമാണ്. പിന്തുടർന്ന് വന്ന പിതൃ പാരമ്പര്യത്തിൻ്റെതായ കാഴ്ചയിലൂടെ നോക്കിയപ്പോൾ യേശുവിനെ അവർക്ക് മനസ്സിലാകുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 5:39-40 വാക്യങ്ങൾ ഇങ്ങനെയാണ് ക്രിസ്തു അവരോട് സംസാരിച്ചത്. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. ഒരു വചനം വായിക്കുന്നു, പരിശോധന ചെയ്യുന്നുണ്ട്. അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. തിരുവെഴുത്തിലാണ്. ബൈബിൾ പഠിക്കുന്നുണ്ട്, ബൈബിൾ ക്ലാസ് പങ്കെടുക്കുന്നുണ്ട്. അതുമാത്രമേ ഉള്ളൂ, അല്ലാതെ ജീവിതത്തിന് മാറ്റമില്ല. ജീവിതത്തിൽ വചനം നൽകുന്ന കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മാറ്റം വരാൻ തയ്യാറല്ല. അവർക്ക് നിത്യജീവനുണ്ട്, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് നിങ്ങൾ നിരൂപിക്കുന്നില്ല. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഈ തിരുവെഴുത്തുകൾ എന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്, എന്നെ കൂടുതൽ കാണിച്ചു തരുന്നതാണ്. പക്ഷേ നിങ്ങൾ എന്നെ മനസ്സിലാക്കുകയും എൻ്റെ അടുക്കൽ വരികയും ചെയ്യുന്നില്ല. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടത് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അവിടെ മനസ്സടച്ചു വച്ചിരിക്കുകയാണ്. സമ്പ്രദായത്തിലും പാരമ്പര്യത്തിലൂടെ മാത്രമാണ് വചനത്തെ മനസ്സിലാക്കുന്നത്. ദൈവജനത്തിൻ്റെ യഥാർത്ഥ പരിജ്ഞാനം നഷ്ടപ്പെട്ടു. യഹൂദ നേതൃത്വത്തിന് ഒരു യേശുവിനെ കാണാൻ സാധിച്ചില്ല. പഴയ തിരുവെഴുത്തുകളുടെ പഴയ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് മശിഹ എന്നുള്ളത് ഒരു യേശുവിൽ കാണാൻ പറ്റിയില്ല. കാരണം ദൈവകൽപ്പനകൾ തള്ളിക്കളഞ്ഞു. മർക്കോസ് 7 പണ്ടതുപോലെ ദൈവകൽപ്പനകളെ തള്ളിക്കളഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ മുന്നോട്ട് പോകുന്നത്. മർക്കോസ് 7 യെരുശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവരുടെ അടുക്കൽ വന്നുകൂടി. അവരുടെ ശിഷ്യന്മാർ ചില ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാരൊക്കെയും പൂർവ്വന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നവർക്ക് ചട്ടമായിരുന്നു. അങ്ങനെ പരീശന്മാരും ശാസ്ത്രന്മാരും നിൻ്റെ ശിഷ്യന്മാർ പൂർവ്വന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവനവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാ പറഞ്ഞത് എത്ര ശരിയാണ്. ഇതൊരു കപടഭക്തിയാണ്. പാത്രത്തിൻ്റെ പുറം കഴുകും, ഹൃദയത്തിൽ എല്ലാ അഴുക്കുമുണ്ട്. സമ്പ്രദായവും ആചാരവും അനുഷ്ഠാനത്തെ മുറുകെ പിടിക്കും, സത്യത്തെ തള്ളിക്കളയും, കൊതുകിനെ അരിച്ചെടുക്കും, ഒട്ടകത്തെ വിഴുങ്ങും. ഈ അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പാരമ്പര്യത്തിൽ എരിവ് കാണിച്ചു, സമ്പ്രദായത്തിൽ എരിവ് കാണിച്ചു. ദൈവം വെളിപ്പെടുത്തിയ സത്യം മനസ്സിലാക്കാൻ, അവരുടെ ജീവിതം അനുസരിച്ച് പരിഷ്കരിക്കാൻ, മാറ്റം വരുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സത്യത്തെ വീണ്ടും പരിശോധിക്കാൻ ഭയപ്പെടരുത്. സത്യത്തെ വീണ്ടും പരിശോധിക്കാൻ ഭയപ്പെടരുത്. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗങ്ങൾ എന്നും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വേദഭാഗങ്ങൾ ശരിയായി നമ്മൾ വീണ്ടും പരിശോധിക്കണം. ഇത് നമ്മുടെ ഒരു സ്വഭാവമായി മാറണം. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ സ്വഭാവമായി മാറണം. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കും, നമ്മൾ വചനം പ്രസംഗിക്കുന്ന ആളെ വിശ്വസിച്ചു, പ്രാസംഗികന്മാരെ വിശ്വസിച്ചു, വ്യക്തിപരമായി നമുക്കൊരു വിശ്വാസം ബോധ്യമുണ്ടായില്ല. വ്യക്തിപരമായ നിശ്ചയം ബോധ്യമാണ്. തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ പോലെ, നീ പഠിച്ച് നിശ്ചയം പ്രാപിക്കണം. നമുക്ക് വ്യക്തമായ നിശ്ചയമുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനമുള്ള ഒറ്റയ്ക്കാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവരെ ആശ്രയിച്ചല്ല നമ്മുടെ അറിവ് നിൽക്കേണ്ടത്. വ്യക്തിപരമായ നിശ്ചയം നമുക്ക് ഓരോരുത്തർക്കും വേണം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി ആഹാരം കഴിച്ച് നമുക്ക് വിശപ്പ് മാറില്ല. അപ്പോൾ വളരെ ഭയാനകമായൊരു അവസ്ഥയാണിത്. കാരണം അനേക സഭകൾ നാമധേയ വിഭാഗങ്ങളായിട്ട് അധംപതിച്ചു പോകുന്നതിൻ്റെ കാരണം ഇതാണ്. കർത്താവിൻ്റെ സഭയായി തുടങ്ങിയ വിഭാഗങ്ങൾ തന്നെ പിന്നീട് നാമധേയ സഭകളെപ്പോലെ തന്നെ അധംപതിച്ചു പോകുന്നു. കാരണം സത്യത്തിൽ നിന്ന് വിട്ടുപോകുന്നു. നമ്മൾ അവരുടെ ആ സാധ്യത തള്ളിക്കളയരുത്. ഇത് ചരിത്രത്തിൽ നടന്ന കാര്യമാണ്. സഭാചരിത്രം പഠിച്ചാൽ കാണാൻ സാധിക്കും. നാമധേയ വിഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഉത്ഭവിച്ചു നോക്കിയാൽ മതി. അവിടെയെല്ലാം ആദ്യം കുറേ നേതാക്കന്മാർ ആത്മാർത്ഥയും സത്യസന്ധതയോടും കൂടി ദൈവവചനത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച അനേകരുണ്ടായിരുന്നു. വചനത്തെ അവർ പരിശോധിക്കുകയും വചനപ്രകാരം ജീവിതങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ പിന്നിൽ വന്ന അനുയായികളായിട്ടുള്ളവർ
ആ വിഭാഗീയ ചിന്തകൾ മുറുകെ പിടിച്ച് ഞങ്ങൾ മാത്രമാണ് ശരി, അവർ തെറ്റാണ് എന്ന് പറഞ്ഞ് വാദിക്കുകയും ആ സ്വാർത്ഥമായ താല്പര്യങ്ങൾ നിമിത്തം, മനോഭാവങ്ങൾ നിമിത്തം അവർ നാമതേ വിഭാഗങ്ങളെ രൂപീകരിക്കപ്പെടുകയും വചനവിരുദ്ധമായ പല കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായത്. അത് ആ പ്രകാരമുള്ള ഈ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചപ്പോഴുണ്ടായ നേതൃത്വത്തിൻ്റെ എല്ലാ സത്യസന്ധതയും എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ അനവധി നാമതേ വിഭാഗങ്ങൾ, വ്യത്യസ്ത ഉപദേശങ്ങൾ, വ്യത്യസ്തമായ പഠിപ്പിക്കലുകളുമായി ലോകത്തിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ നിന്ന് അകന്നകന്നുകൊണ്ടിരിക്കുന്നു. ദൈവനമാകുന്ന സത്യത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് തെറ്റല്ല. ദൈവനത്വമായിട്ട് വചനമായി യാതൊരു ബന്ധവുമില്ല ഈ സമൂഹത്തിന്, ക്രിസ്തീയ സമൂഹത്തിന്, ലോകത്തിലുള്ള ക്രിസ്തീയ നാമധേയ സമൂഹത്തിന്. കാരണം മനുഷ്യർ അവിടെ സ്വന്തം മതങ്ങളെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവിടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മതങ്ങൾ സ്ഥാപിക്കുന്നവരാണ്. ഈ കാരണങ്ങൾ കൊണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് വീണ്ടും വീണ്ടും സത്യം പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ഓരോ വചനപഠന ക്ലാസ്സുകളിലും സത്യം പരിശോധിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗങ്ങളാകാം, വീണ്ടും പരിശോധിക്കണം. കാരണം എന്തുകൊണ്ട്? കാരണം ബൈബിൾ പഠിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമാകും, വചന പരിജ്ഞാനം കൂടുതൽ വലുതായി മാറും. ആ സമയത്ത് വീണ്ടും വേദഭാഗങ്ങൾ പരിശോധിച്ച് നോക്കണം. നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് വചനത്തിൻ്റെ ആഴങ്ങളും വർദ്ധിക്കും. ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിന് ഇങ്ങനൊരു അനുഗ്രഹമില്ല. ദൈവനെ നമ്മൾ വായിച്ച വാചനം തന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് വീണ്ടും അത് വായിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ കാണാം, അതിൻ്റെ അർത്ഥങ്ങൾ വിപുലീകരിക്കപ്പെടും, ഉന്നതമായ അറിവ് നമുക്ക് കിട്ടും. നാലാമതായിട്ട് എന്തുകൊണ്ടാണ് വചനം പഠിക്കാൻ പലർക്കും തടസ്സമായിരിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാം. നാലാമതായിട്ട് അനേകം ആൾക്കാർ വചനത്തിലേക്ക് അവരുടെ മുൻധാരണ, മുൻവിധികളോടുകൂടിയാണ് വചനത്തെ സമീപിക്കുന്നത്. വചനത്തെ മുൻവിധിയോടുകൂടി സമീപിക്കുന്ന അവസ്ഥ. നമ്മളായിരിക്കുന്ന മതപരമായ കാലാവസ്ഥ, മതപരമായ സമൂഹം, പരിതസ്ഥിതി വചനം മനസ്സിലാക്കുന്നതിൽ നമ്മെ സ്വാധീനിക്കും. നമ്മളെവിടെയാണോ അംഗമായിരിക്കുന്നത്, ആത്മീകമായി ഏത് വിഭാഗത്തിലാണ്, ഏത് പ്രസ്ഥാനത്തിലാണ്, ആ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾ നമ്മെ സ്വാധീനിക്കും. നാം ആ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അവരുടെ വ്യാഖ്യാനങ്ങൾ, അതനുസരിച്ച് മാത്രമേ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റൂ. ഒരു മുൻവിധി നമുക്കുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സഭയിൽ ക്രിസ്തുവിനാൽ കൂട്ടിച്ചേർക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. കാരണം അവിടെയാണ് ദൈവജ്ഞാനം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ സഭ മുഖാന്തരമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സഭയിൽ ആയിരിക്കുന്നവർക്ക് മാത്രമേ ആ ജ്ഞാനമുണ്ടാകൂ. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ പ്രസ്ഥാനത്തിലാണെങ്കിൽ അവർക്ക് വചനവിരുദ്ധമായ നിലപാടുകളും കാഴ്ചപ്പാടുകളുമുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു സഭയായിട്ട് സാമൂഹിക വിഭാഗം നിലകൊള്ളുന്നത്. കർത്താവിൻ്റെ വചനപ്രകാരമാണെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ സഭയായിട്ട് തന്നെ ഒന്നായി നിൽക്കും. ഇപ്പോൾ എവിടെയോ ഒരു വ്യത്യാസമുണ്ട്. ഉപദേശപരമായിട്ടും ജീവിത രീതിയിലും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും വചനത്തിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഒരു വിഭാഗീയമായ ഗ്രൂപ്പായത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വചനം പഠിക്കാൻ പറ്റില്ല. അത് പലർക്കും പറഞ്ഞാലും മനസ്സിലാകാറില്ല. കർത്താവിൻ്റെ സഭയിൽ ആദ്യം അംഗമായിരുന്നിട്ട് പിന്നീട് അവിടം വിട്ടു പോയിട്ട് വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ ഒരു സഭയിൽ പോയി അംഗമായി ചേർന്നാലും വചനം പഠിക്കാൻ പറ്റില്ല. ഇതുവരെ ഉണ്ടായിരുന്ന പരിജ്ഞാനം പോലും പോകും. ഇപ്പോൾ എവിടെയാണോ അംഗമായിരിക്കുന്ന അവിടുത്തെ ചിന്താഗതികൾ, ഉപദേശങ്ങൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങും, സമർത്ഥിക്കാൻ തുടങ്ങും, ന്യായീകരിക്കാൻ തുടങ്ങും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനെ ഉള്ളതും കൂടെ എടുത്തു കളയും ദൈവം. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ആത്മീക ഗോളം കർത്താവിൻ്റെ സഭയിൽ തന്നെയാണോ? വചനം പഠിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവജ്ഞാനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ അർത്ഥത്തിൽ ഇത് മനസ്സിലാക്കുക, കർത്താവിൻ്റെ സഭയിൽ തന്നെ ആയിരിക്കുക. കാരണം കർത്താവിൻ്റെ സഭയിലെ തലയെക്കുറിച്ച് അറിയാൻ സഭയിൽ ശരീരത്തിലായിരിക്കണം. ഉദാഹരണം നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ വെള്ളം തളിക്കുക. ചില പ്രസ്ഥാനങ്ങളിൽ രക്ഷിക്കപ്പെടാനായിട്ട് തലയിൽ വെള്ളം തളിക്കുക. ഇതാണ് ശരിയെന്ന് ഒരു വിഭാഗം പഠിപ്പിക്കുന്നു. ഞാൻ അവിടെ അംഗമാണെങ്കിൽ ഞാൻ ബൈബിളിൽ സ്നാനം എന്ന വാക്ക് കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന വ്യാഖ്യാനം, അർത്ഥം എന്താണ്? വെള്ളം തലയിൽ തളിക്കുക. അതുപോലെ അന്യഭാഷ എന്ന് പറയുന്നത് ഉന്മാദമായിട്ട് വിളിച്ചു പറയുന്ന കുറേ പിച്ചും പേയുമാണെന്നുള്ളതാണ് കാഴ്ചപ്പാടാണ് എനിക്കുള്ളതെങ്കിൽ ഞാൻ അന്യഭാഷ എന്ന വാക്ക് വായിക്കുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കും. അന്യഭാഷ ഒരു പുതിയ ഭാഷയാണ്, ദൈവം തരുന്നൊരു പുതിയ ഭാഷയാണ്, സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റില്ല, അത് ദൈവാത്മാവ് തരുന്നതാണെന്ന് കാഴ്ചപ്പാടാണെങ്കിൽ അന്യഭാഷ എന്ന വാക്കൊക്കെ ഞാൻ വായിക്കും എപ്പോഴും ആ കാഴ്ചപ്പാടായിരിക്കും. അത് അത്ഭുതത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പൈശാചികനെ പുറത്താക്കുന്നതിനെക്കുറിച്ചും ഈ എല്ലാ വിഷയങ്ങളെ ബാധിക്കും. ഞാനായിരിക്കുന്ന സഭ, ലോകത്തിൽ അനേക സഭകളുണ്ട്, മനുഷ്യനിർമ്മിതമായ, ദൈവത്തിൽ നിന്നല്ലാത്ത, ദൈവത്തിൽ നിന്ന് ഏക സഭയേ ഉള്ളൂ.
കർത്താവിന് ഒരു ശരീരമേ ഉള്ളൂ, കർത്താവിന് ഒരു മണവാട്ടിയേ ഉള്ളൂ, ഒരു ആട്ടിൻകൂട്ടമേ ഉള്ളൂ. അത് സഭയാണ്. അതല്ലാത്ത അനവധിയുണ്ട് ലോകത്തിൽ കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത. എങ്ങനെയാണ് ബന്ധം നിർണ്ണയിക്കുന്നത്? വചനപ്രകാരം. കർത്താവിൻ്റെ ഉപദേശത്തെ നിലനിൽക്കാതെ അതിർകിട്ടു പോകുന്ന അനേക സഭകളുണ്ട്, അനേക കൂട്ടായ്മകളുണ്ട്. അവിടെയും പാട്ടും പ്രാർത്ഥന, ഇവിടെ കയ്യിലും ബൈബിളുമുണ്ട്. പക്ഷെ ഇവിടെ നിലപാടുകൾ വചനവിരുദ്ധമാണ്. ഇവിടെ വിശ്വാസം പലപ്പോഴും വചനപ്രകാരമല്ല. വചനപ്രകാരം ഏതെങ്കിലും 2-3 കുറവുണ്ടായാലും അത് കർത്താവിൻ്റെ സഭയല്ല. കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ സഭ തന്നെയാണ്, അതിന് പകരം വേറൊന്നില്ല. അപ്പോൾ അവിടെ പോയി തൽക്കാലം എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, അതുകൊണ്ട് അവിടെ ഞാൻ അംഗമായിരിക്കുന്നു, അവിടെ നല്ല സമ്പന്നരാണ്, എനിക്കെപ്പോഴും സാമ്പത്തിക സഹായം വെച്ച് നീട്ടും, അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെയാണ് എന്ന് പോയി മറ്റേ യഥാർത്ഥ കർത്താവിൻ്റെ സഭയിൽ നിന്ന് പിണങ്ങി വഴക്കുണ്ടാക്കി അങ്ങോട്ട് പോയി ചേർന്നു. ഇപ്പോൾ ഞാൻ വളരെ സൗകര്യത്തിലാണ്. പക്ഷേ വചനം പോയി, സത്യം പോയി. അവിടെ ഇരുന്നു കൊണ്ട് വചനം പഠിക്കാൻ പറ്റില്ല. വചനപരിജ്ഞാനം സഭയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഇടുങ്ങിയതാണെന്ന് തോന്നുന്നു, പക്ഷേ അത് വചനത്തിൻ്റെ സത്യമാണ്. എഫേസ്യ ലേഖനം 3-10 വാക്യം. അവിടെ ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന വാക്യം. ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 3-10 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഇതാണ്. അവിടെ ഇപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിലൂടെ വെളിപ്പെടുത്തും. ഇവിടെ പറയുന്നു, 9 വാക്യം മുതൽ 8 മുതൽ വായിക്കാം. സകല വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവാൻ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറിഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം അറിയണമെങ്കിൽ കർത്താവിൻ്റെ സഭയിലായിരിക്കണം. അതുകൊണ്ടാണ് പിശാച് സഭയെ അത്രമാത്രം ഉപദ്രവിക്കുന്നത്. സഭയിൽ നിന്ന് ആൾക്കാരെ അകറ്റാൻ ശ്രമിക്കും, തെറ്റിലേക്ക്, ദുരുപദേശത്തിലേക്ക് കൊണ്ടുപോയിടും. കാരണം സഭയിലാണ് ജ്ഞാനം. ഇത് നമ്മളെപ്പോഴും ഓർക്കണം. തെറ്റായ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വചനം പഠിക്കാൻ പറ്റില്ല, സത്യം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വിഷയം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ദൈവനെ വായിക്കുമ്പോൾ നമ്മുടെ മുൻവിധികളും മുൻധാരണകളും നമ്മുടെ പൂർവ്വകൽപ്പനകളും അതിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വചനം വായിക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഈ കാഴ്ചപ്പാട് എവിടെ നിന്ന് വന്നു? വിശ്വാസഗോളത്തിലുള്ള ഈ നിലപാടുകൾ എവിടെ നിന്ന് വന്നു? വചനപ്രകാരമാണോ, ദൈവഹിതമാണോ, ദൈവം പറഞ്ഞ തരത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കണം. എല്ലാ മനുഷ്യർക്കും ചോദ്യം ചോദിച്ച് നിങ്ങൾ എവിടെ നിന്ന് വന്നു, ഇപ്പോൾ ഇവിടെ എന്തിനായിരിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, എല്ലാവർക്കും ഉത്തരമുണ്ട്. പക്ഷെ അത് വചനപ്രകാരമുള്ള ഉത്തരമാണോ? ഞാൻ ചെയ്യുന്ന ദൈവഹിത പ്രകാരമാണോ? ഞാൻ ഉപകരണങ്ങൾ കൊണ്ട് ദൈവത്തെ ആർത്ത് പാടിച്ച് സ്റ്റേഡിയം നിറയെ ആൾക്കാരുമായി ആർത്ത് തിമിർത്ത് ആഘോഷിക്കുകയാണ്. അത് വചനപ്രകാരമാണോ? അത്ഭുത അടയാളം വചനപ്രകാരം ഇന്ന് സംഭവിക്കുന്നു. അതിന് ദൈവം ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? അന്യഭാഷ ഇന്നുണ്ടോ? കർത്താവ് യേശുക്രിസ്തു ദൈവമല്ലെന്ന് വിശ്വസിക്കുന്ന അവിടെ പോയി അംഗമായി തീർന്നിട്ട് ബൈബിൾ പഠിക്കാൻ ആഗ്രഹിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? വചനപ്രകാരമല്ലാത്ത ഉപദേശങ്ങളെ പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ പോയിരുന്നിട്ട് വചനം പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എങ്ങനെ പഠിക്കും? ഒരിക്കലും പറ്റില്ല. അതെപ്പോഴും ഇത് വളരെ ലളിതമായൊരു സത്യമാണ്. അതുകൊണ്ട് മുൻവിധിയോടുകൂടി വചനത്തെ സമീപിക്കരുത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ വചനപ്രകാരമായിരിക്കട്ടെ. സത്യമറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുക, മറ്റെല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുക, സഭയോട് വിശ്വസ്തരായിരിക്കുക. ദൈവം അറിയാൻ പറ്റും, വചനം പഠിക്കാൻ പറ്റും, സത്യം അറിയാൻ പറ്റും. അവിടെ സഭ മുഖാന്തരമാണ് ജ്ഞാനം വെളിപ്പെടുന്നത്. തുടരാൻ വീണ്ടും തടസ്സങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക്. എന്തുകൊണ്ട് വചനം പഠിക്കുവാൻ പലർക്കും കഴിയുന്നില്ല? എന്താണ് തടസ്സം? ഇതാണ് നമ്മുടെ വിഷയം. നമ്മൾ കണ്ടു, ചിലർ വചനം പഠിക്കുന്നില്ല, മറ്റു ചിലർ അടച്ച ഹൃദയവും മനസ്സുമായി വചനം പഠിക്കുന്നു. 3, ഇവിടെ ആത്മീകമായ മതപരമായ സമ്പ്രദായങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി വചനം പഠിക്കുന്നു. 4-മതായിട്ട് നമ്മൾ കണ്ടു, മുൻവിധിയോട് മുൻധാരണയോടുകൂടി വചനത്തെ സമീപിക്കുന്നു. അവരായിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ സ്വാധീന നിമിത്തം മുൻവിധികളും മുൻധാരണകളും. ഈ വാക്കിൻ്റെ അർത്ഥം ഇതാണെന്ന് ഞങ്ങളുടെ പ്രസ്ഥാനം, ഞങ്ങളുടെ പ്രാസംഗികൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്യം ബൈബിളിൽ കാണുമ്പോഴേക്കും അങ്ങനെ ചിന്തിക്കും. വലിയ ശക്തിയാണ് ദുരുപദേശത്തിനുള്ളത്. സത്യം എത്ര പറഞ്ഞു കൊടുത്താലും പഠിക്കില്ല. ദുരുപദേശം ഒരു പ്രാവശ്യം കേട്ടാൽ ചിലർ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കും. എൻ്റെ വക്താക്കളായി എല്ലായിടത്തും പോയി പറയും. അതാണ് ദുരുപദേശത്തിൻ്റെ ശക്തി. കള പെട്ടെന്ന് വളരും, നല്ല വിത്ത് വളരാൻ താമസമെടുക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഒരു ആയുസ്സേ ഉള്ളൂ. ഈ ആയുസ്സിൽ ദൈവത്തെ അറിയണം, സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.